മോസ്കോയ്ക്ക് മേൽ ഉക്രൈൻ അടുത്തിടെ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് കഴിഞ്ഞ ചില പോസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതുവരെ റഷ്യയുടെ ഭാഗത്തു നിന്നും ഇതിന് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവർ തിരിച്ചടി നൽകാൻ പോവുകയാണോ, അതോ ഉക്രൈന്റെ തലസ്ഥാനത്തിന് നേരെ വലിയൊരു ആക്രമണം നടത്താൻ പോവുകയാണോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനെല്ലാം ക്രെംലിനിൽ നിന്ന് ലഭിക്കുന്ന മറുപടി എന്താണെന്ന് നോക്കിയാൽ അത് വെറും നിശബ്ദത മാത്രമാണ്. ക്രെംലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ യാതൊരുവിധ പ്രതികരണവും ലഭിക്കുന്നില്ല. എന്നാൽ യുദ്ധക്കളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ റഷ്യ നിശബ്ദമായി തങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയതായി കാണാം. കാർക്കീവ് മേഖലയിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 5 ഡ്രോൺ മാനുഫാക്ചറിംഗ് ആൻഡ് അസംബ്ലി യൂണിറ്റുകൾ തകർത്തിട്ടുണ്ട്. ഉക്രൈനിലെ ചില സ്വകാര്യ കമ്പനികളും ഉക്രൈൻ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 5 ഹബ്ബുകളാണ് കാർക്കീവ് പ്രവിശ്യയിൽ മാത്രം തകർക്കപ്പെട്ടത്. ഈയൊരു ലൊക്കേഷൻ റഷ്യ ലക്ഷ്യമിട്ട് ആക്രമിച്ചതിന് പിന്നിൽ പല തന്ത്രപരമായ കാരണങ്ങളുമുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ വീണ്ടുമാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ ബോസ്ഫോറസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള ചില അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ആദ്യം ഇറാനെ കുറിച്ചുള്ള അപ്ഡേറ്റ് അറിയാം, കാരണം അത് തുടക്കത്തിൽ തന്നെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സ്ട്രേറ്റ് ടു ഹോർമുസ് ഞങ്ങൾ വീണ്ടും അടച്ചു എന്ന് ഇറാൻ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നു. ആദ്യം ഇറാന്റെ വാർത്താ മാധ്യമങ്ങളായ മെഹർ ന്യൂസ് ഏജൻസിയും ഇറാൻ ഇന്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്നാൽ ഔദ്യോഗികമായി IRGC തങ്ങളുടെ ടെലഗ്രാം പേജിലൂടെ രാത്രി ഇത് സ്ഥിരീകരിച്ചു. സ്ട്രേറ്റ് ടു ഹോർമുസ് വീണ്ടും അടച്ചിരിക്കുകയാണ്. കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ചില കപ്പലുകൾ ഈ ഭാഗത്തെ നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടായിരിക്കാം ഇത് എന്ന് ഇറാന്റെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ ഇതിനെ നിഷേധിച്ചു. ഇല്ലില്ല, സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ 60-ലധികം കപ്പലുകൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും ഓപ്പൺ ആണ്, അടച്ചിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. എനിക്കൊരു സംശയം തോന്നി, ഒരുപക്ഷെ ഞാൻ പഴയ ഏതെങ്കിലും അപ്ഡേറ്റ് ആണോ കാണുന്നത് എന്ന്, നെറ്റ്വർക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന്, പഴയ വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന്, ഇനി റിഫ്രഷ് ആകാത്തതാണോ എന്നൊക്കെ കരുതി തിരയുമ്പോഴാണ് IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് അടച്ചു എന്നറിയാം. ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് അടച്ചു എന്ന് തന്നെ. എന്നാൽ ട്രംപ് ഇപ്പോഴും പറയുന്നത് അത് തുറന്നിരിക്കുന്നുവെന്നാണ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം തമാശകളെല്ലാം മാറ്റിവെച്ചാൽ ഇതെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതില്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത്രയും നിർണായകമായ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ കളി തന്നെയാണ് നടക്കുന്നത്. ഇറാൻ ഇത് എന്തിനാണ് അടച്ചതെന്ന് വ്യക്തമല്ല. കാരണം ലബനനിൽ പോലും ഇസ്രായേൽ താൽക്കാലികമായി ആക്രമണം നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് മേൽ ഇപ്പോൾ ആക്രമണം നടത്തില്ല എന്നും, എന്നാൽ തങ്ങളുടെ പ്രതികരണം ഇതെല്ലാം കഴിയുമ്പോൾ വളരെ ശക്തമായിരിക്കുമെന്നുമാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത് നിർത്തിവെക്കുന്നത് എന്ന വലിയ ചോദ്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ട്രംപ് ഡെമോക്രാറ്റുകൾ എന്ന് പറയണോ, അതോ ട്രംപ് ഡെമോക്രാറ്റുകൾ എന്ന് പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വശത്ത് വോട്ടെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ആ വിഷയം റഷ്യയും ഉക്രൈനും. മോസ്കോയ്ക്ക് മേൽ ആക്രമണം ഉണ്ടായത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് വളരെ വൈറലായൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ഉക്രൈൻ പ്രയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമുണ്ട്. അതായത് ഇതിന്റെ ആഘാതം വളരെ കുറവായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ വലിയ രീതിയിൽ പുറം ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നത്. 2 പക്ഷങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ ഗ്രാമത്തിൽ തന്നെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ വഴക്ക് നടക്കുകയാണെങ്കിൽ അതിൽ ഒരു ഗ്രൂപ്പ് വളരെ ശക്തമായിരിക്കും. മറ്റേ ഗ്രൂപ്പ് എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഞാൻ അവനെ അടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതിൽ വലിയ ആൾ എന്ന് നാട്ടുകാരെ കാണിക്കാൻ വിചാരിച്ചാൽ അവരുടെ ബഹളം വളരെ കൂടുതലായിരിക്കും. ഏകദേശം ഇതുപോലൊരു തന്ത്രമാണ് ഉക്രൈനും ഇപ്പോൾ പിന്തുടർന്നിരിക്കുന്നത്. ഒട്ടനവധി ദൃശ്യങ്ങളാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും റഷ്യൻ ആർട്ടിലറിയിൽ നിന്നുമൊക്കെയായി ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ കൈവശമുള്ള ഡ്രോണുകളിൽ ക്രൂഡ് പാർട്സ് ചേർത്തിട്ടുണ്ട്. ചില കെമിക്കലുകൾ അതിനുള്ളിൽ ചേർത്ത് ചില ഡ്രോണുകളിൽ ബാഗുകൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ചില ഡ്രോണുകളിൽ അതിനായി പ്രത്യേകം നിർമ്മിച്ച കണ്ടെയ്നറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഡ്രോൺ താഴെ വീഴുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനം കാരണം ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുമ്പോഴോ അതിനുള്ളിലെ കെമിക്കലുകൾ പ്രതിപ്രവർത്തിച്ച് വലിയ രീതിയിൽ കരിമ്പുകയുണ്ടാകുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സത്യവുമാണ്. ഇതിന് തെളിവായി നിരവധി വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായി റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒരു ഡ്രോൺ തകർക്കുമ്പോൾ ആ ഡ്രോൺ വലിയ ആഘാതമില്ലാതെ താഴെ വീഴാൻ തുടങ്ങുന്നു. എന്നാൽ വീഴുമ്പോൾ തന്നെ ആ ഡ്രോണിൽ നിന്ന് വലിയ രീതിയിൽ കരിമ്പുക ഉയരുന്നത് കാണാൻ സാധിക്കില്ല. ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടാൽ പോലും അതിന്റെ ഇന്ധനം കത്തിയാൽ പോലും ഈ അളവിൽ കറുത്ത പുക വരില്ല. അതുകൊണ്ട് ഉക്രൈൻ കൃത്യമായി ഈ ആക്രമണം പ്ലാൻ ചെയ്യുകയും അതിന് വലിയ രീതിയിൽ കാണിക്കണമെന്നത് ഇവിടെ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്.
പിന്നെ മറ്റൊന്ന്, ഈ മോസ്കോ ആക്രമണത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ആ സ്റ്റോറേജ് കണ്ടെയ്നറിന്റെ അടപ്പ് പല അടി ഉയരത്തിലേക്ക് ആകാശത്തിലേക്ക് തെറിച്ചുപോയതാണ്. അതിനോടനുബന്ധിച്ചുള്ള പല ആംഗിളുകളിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വ്യക്തമായി നോക്കുമ്പോൾ റഷ്യയുടെ ഏതോ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം മിസ്ഫയർ ആവുകയും ഒരു ഡ്രോണിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സമാന്തരമായി ആ ഡ്രോണിന് പിന്നിലുണ്ടായിരുന്ന സ്റ്റോറേജ് ടാങ്കിന് മുകളിൽ ചെന്ന് ഇടിക്കുകയുമാണ് ചെയ്തത്. ആ വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെയായാലും ഇത് റഷ്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഉക്രൈൻ PR സ്റ്റണ്ടിനായി ഇത് ചെയ്തതാണോ എന്നതെല്ലാം മാറ്റിവെച്ച് നോക്കുമ്പോൾ മോസ്കോയിൽ അവർ വിചാരിച്ചത് നടത്തി കഴിഞ്ഞു. അതിനുള്ള മറുപടി റഷ്യ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒട്ടുമിക്ക റഷ്യക്കാരും കാത്തിരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള ചെറിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന്. യുദ്ധകളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കാർഖീവ് മേഖലയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും റഷ്യയുടെ ഏരിയൽ ഗ്ലൈഡ് ബോംബുകൾ വലിയ രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കിയാൽ 30-ലധികം സ്ഥലങ്ങളിൽ ഈ ഗ്ലൈഡ് ബോംബുകൾ മാത്രം ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ കാർഖീവിൽ മാത്രം 5 പ്രധാന ഹബ്ബുകളുണ്ട്. അതായത് ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുകയോ അസംബിൾ ചെയ്യുകയോ ചെയ്യുന്ന ഹബ്ബുകളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. കൃത്യമായി ആ കമ്പനികളുടെ പേരുകൾ എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും ചില വിവരങ്ങളും എടുത്തു നോക്കുമ്പോൾ ഉക്രൈൻ സൈന്യവുമായി വളരെ അടുത്ത ബന്ധമുള്ള ചില ഡ്രോൺ നിർമ്മാതാക്കൾ തങ്ങളുടെ ഡ്രോൺ മോഡലുകളും സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും സൈന്യത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉക്രൈൻ തങ്ങളുടെ വെയർഹൌസുകളാക്കി മാറ്റി റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ പുറം ലോകത്തിന് മുന്നിൽ ഇതൊരു മീഡിയ ഹൗസ് പോലെയോ മറ്റേതെങ്കിലും സിവിൽ പ്രദേശമായോ കാണിച്ച് ഉള്ളിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. ആ 5 സ്ഥലങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. ശരി, ഇതൊരു വലിയ പ്രതികരണമാണോ? മോസ്കോയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് റഷ്യയ്ക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായി ഇന്നുവരെ റഷ്യ ഇത് തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ കാർഖീവ് മേഖലയിലുള്ള ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ അവർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ റഷ്യ ഇതൊരു പ്രാരംഭഘട്ട ആക്രമണമായി ആരംഭിച്ചതാകാനാണ് സാധ്യത. കാരണം ഉക്രൈൻ മോസ്കോയെ ലക്ഷ്യമിടുമ്പോൾ ഭൂരിഭാഗം ഡ്രോണുകളും ഉക്രൈന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. കാർഖീവും ആ ഒരു മേഖലയിലാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് കൊണ്ടാകാം റഷ്യ ഇതിനെ ലക്ഷ്യം വെച്ചത് എന്നൊരു സാധ്യതയും ഇവിടെയുണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ ഔദ്യോഗികമായി പുറത്തുവിട്ട ഒരു വാർത്ത, FAB-5000 ഗ്ലൈഡ് ബോംബുകൾ ഉക്രൈന്റെ നിർണായക സ്ഥാനമായി കണക്കാക്കപ്പെടുന്ന എയർ മൊബൈൽ ബ്രിഗേഡിന്റെ കമ്മ്യൂണിക്കേഷൻ സെന്ററിന് നേരെ ഇന്നലെ വർഷിച്ചിട്ടുണ്ട്. ഇതിൽ ആ പ്രദേശം പൂർണ്ണമായും തകരുക മാത്രമല്ല വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ഡ്രോണുകൾ വഴി പകർത്തിയ ആ ദൃശ്യങ്ങളിൽ ബോംബുകൾ ആ പ്രദേശത്തേക്ക് വർഷിക്കുന്നതും അതിനുശേഷം ആ ആക്രമണം നടന്നപ്പോൾ എത്രത്തോളം വലിയ ആഘാത തരംഗങ്ങളാണ് അവിടെ പടരുന്നതെന്നും അതിൻ്റെ അനന്തരഫലങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഉക്രൈൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും നൽകിയിട്ടില്ല. ആ സ്ഥലത്ത് നിന്നും ഒരു തരത്തിലുള്ള ചിത്രങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതുകൊണ്ട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശക്തമായ ഒരു സെൻസർഷിപ്പ് നടക്കുന്നുണ്ട്. മോസ്കോയിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഒരൊറ്റ സ്ഥലത്തെക്കുറിച്ച് 100 തരത്തിലുള്ള വീഡിയോകൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാകും. ആ രീതിയിൽ അവിടെ നിന്ന് ചിത്രങ്ങൾ ചോരുന്നുമുണ്ട്. എന്നാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ നേരിട്ട ആക്രമണങ്ങളിൽ ഭൂരിഭാഗം സംഭവങ്ങൾക്കും തെളിവുകൾ ഏതുമില്ല. കാരണം ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് റഷ്യ ഒരു യുദ്ധം ജയിക്കുന്നതിന് മുൻപ് ഈ പ്രൊപ്പഗണ്ട യുദ്ധത്തെയാണ് ആദ്യം വലിയ രീതിയിൽ നേരിടാൻ തുടങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ എയർബേസുകൾ ആക്രമിക്കപ്പെടുമ്പോഴായാലും ശരി, ഉക്രൈനുള്ളിൽ വലിയൊരു ആക്രമണം നടക്കുമ്പോഴായാലും ശരി, ഇതുവരെ ഉക്രൈൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പോലും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അവിടെ നിന്ന് ചിത്രങ്ങൾ ചോരുന്നില്ല എന്നതും ഉക്രൈൻ ഇക്കാര്യത്തിൽ എത്രത്തോളം കർശനമായാണ് പെരുമാറുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവസാനമായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയിൽ നിന്ന് വന്നിട്ടുള്ളൊരു അറിയിപ്പാണ്. ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ നേതാവായ നഈം ഖാസിം അദ്ദേഹം പറയുന്നത്, ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ തീർച്ചയായും അതിനൊരു തക്കതായ മറുപടിയോടെ ഞങ്ങൾ നേരിടുമെന്നാണ്. ഇസ്രായേൽ വിചാരിച്ച കാര്യങ്ങൾ ഓരോന്നായി നടത്തിക്കൊണ്ടുവരികയാണ്. സിറിയയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഹിസ്ബുള്ള ലക്ഷ്യം വെക്കണം, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഒറ്റപ്പെടുത്തണം, ഐസൊലേറ്റ് ചെയ്യണം എന്ന രീതിയിൽ വളരെ വലിയൊരു പദ്ധതിയാണ് അവർക്കുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയെ അവർ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും ഒറ്റപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ശക്തമായൊരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ടമായി ഹിസ്ബുള്ള ഒരു പക്ഷേ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളും വെടിനിർത്തൽ സംബന്ധിച്ച എല്ലാ പ്രഖ്യാപനങ്ങളും തകിടം മറിയാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അമേരിക്ക അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം
ലെബനനിൽ ഞങ്ങളിപ്പോൾ ആക്രമണം നടത്തില്ല എന്നൊരു താൽക്കാലിക നിർത്തിവയ്ക്കൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തതായി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ പറയുക. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ സിനിമകളിൽ സംഭവിക്കുന്നതിനേക്കാൾ വളരെ മോശമായ സംഭവങ്ങളാണ് ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത്, അതും സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർത്തത് റഷ്യയുടെ തിരിച്ചടിയുടെ ഭാഗമാണോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും കമന്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.